ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും മൊഴികൾ അറസ്റ്റിൽ നിർണായകമായി. കണ്ഠരര് രാജീവരെ വൈകിട്ടോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നമ്മുടെ പ്രതിനിധികൾ ആർ അരുൺരാജ്, ഷഫീദ് റാവുത്തർ, എസ് പി ജയകുമാർ എന്നിവർ വിശദാംശങ്ങളുമായി ഉണ്ടാകും. ആദ്യം അരുൺരാജിലേക്കാണ്. അരുൺരാജ്, അരുണാണി വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് SIT ഇന്ന് വളരെ നിർണായകമായി നീക്കം നടത്തിയത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നടത്തിയ ചോദ്യം ചെയ്യൽ, ഒടുവിൽ അറസ്റ്റ്. അനുജ, ഇന്ന് രാവിലെ SITക്ക് മുമ്പാകെ ഹാജരാകാൻ ഈ തന്ത്രി കണ്ഠരര് രാജീവനോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ SITയെ ലീഡ് ചെയ്യിച്ച ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി, പത്മകുമാറിന്റെ മൊഴി, അവസാന ഘട്ടത്തിൽ ജയിലിലെത്തി ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ചില വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ചാണ് നേരത്തെ തന്നെ ആ തന്ത്രി നൽകിയ മൊഴിയുമായി ഒത്തുനോക്കിയപ്പോൾ ചില പൊരുത്തക്കേടുകൾ SITക്ക് ബോധ്യപ്പെടുകയായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാതൊരു തരത്തിലും അറിയില്ല എന്നുള്ളതായിരുന്നു ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവർ പറഞ്ഞത്. ശബരിമലയിലേക്ക് എത്തുമ്പോൾ, സഹായിയെ എത്തുമ്പോൾ മാത്രമാണ് തനിക്ക് പരിചയമുണ്ടായിരുന്നത്. പക്ഷേ ഇതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി പ്രകാരം ശബരിമലയിലേക്ക് തന്നെ കൊണ്ടുവന്നതിൽ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു. തന്ത്രിയും തമ്മിൽ നേരത്തെ തന്നെ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് തന്ത്രി ഇത്തരത്തിലൊരു കളവ് പറഞ്ഞതെന്ന സംശയമാണ് SITക്ക് ഉണ്ടായത്. ഇതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി തന്ത്രിയുമായി വീണ്ടും അന്വേഷണ സംഘം ഒരു ചോദ്യം ചെയ്യൽ നടത്തി. പക്ഷേ ആ ഘട്ടത്തിലും തന്ത്രി പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ നമ്പരും അതുപോലെ തന്നെ ചില സുഹൃത്ത് വലയങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്ത ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയാണ് പലയിടത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റെക്കമെൻഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയത്. 2018 മുതൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിൽ നിരവധി ഇടങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ വെച്ച് കൂടിയാലോചനകൾ നടത്തി, കൂടിക്കാഴ്ചകൾ നടത്തി എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തന്ത്രിക്ക് ചില കാര്യങ്ങൾ ഒളിപ്പിക്കാനുണ്ടെന്ന സംശയം SITക്ക് രൂപപ്പെടുകയായിരുന്നു. തുടർന്നാണ് പത്മകുമാറിലേക്ക് എത്തിയത്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ മനുഷ്യൻ എന്ന് പറയുന്നത്, ദൈവതുല്യനായ വ്യക്തി എന്ന് പറയുന്നത് തന്ത്രിയാണോ എന്ന സംശയം തുടക്കം തൊട്ട് നമുക്ക് കേട്ടവർക്കടക്കം ഉണ്ടായതാണ്. അക്കാര്യങ്ങളിൽ ഒരു പരിശോധനയും അന്വേഷണത്തിലേക്കും പോയപ്പോഴാണ് ഇവർ മൂന്നുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന, തീവട്ടിക്കൊള്ളയാണ് പിന്നീട് നടന്നതെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ഈ ലാഭവിഹിതം ഇനി എത്ര തന്ത്രിക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരാൻ. ചില സൂചനകൾ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്ത്രി ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തുറന്നു പറച്ചിൽ നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. നമ്മളേവരും ഇനി ഉറ്റുനോക്കുന്നത് തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുമ്പാകെയാണ് ഹാജരാക്കുക. ഹാജരാക്കുമ്പോൾ എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, തന്ത്രിയുടെ പങ്ക് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളിലാണ് തന്ത്രിയെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തും. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത് തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യണം എന്ന ഒരു വാദത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലാണ് നിലവിൽ SIT ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനപരമായ അറസ്റ്റാണ് SITയുടെ ഭാഗത്തുനിന്ന് ഇഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമലയുടെ പിതൃതുല്യനായ ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന തന്ത്രി പദവി അലങ്കരിച്ചിരുന്ന കണ്ഠരര് രാജീവ് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലേക്ക് എത്തുന്നു, അറസ്റ്റിലേക്ക് എത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.